ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നലെ നമ്മൾ വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളതും എന്നാൽ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിട്ടില്ലാത്തതുമായ കുറേ കഥകളെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. ഇന്നലെ മിഥിലാപുരിയിലേക്ക് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമലക്ഷ്മണന്മാർ പോകുമ്പോൾ മിഥിലയിലെത്തുന്നതിന് മുമ്പ് അവർ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് വിശ്വാമിത്ര മഹർഷി. അതിൽ ഇന്നലെ ഇപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ കഥ പറഞ്ഞിരുന്നു. അതിനുശേഷം ഗംഗ ഭൂമിയിലും പാതാളത്തിലേക്ക് വരെ എത്തിപ്പെട്ട, സ്വർഗത്തിൽ നിന്ന് ഗംഗ ഭൂമിയിലേക്കും പാതാളത്തിലേക്കും വരെ എത്തിപ്പെട്ട കഥയാണ് ഇനി പറയുന്നത്. അപ്പോൾ അത് ശ്രീരാമചന്ദ്രൻ്റെ വംശത്തിൻ്റെ കഥ തന്നെയാണ്. കാരണം സൂര്യവംശത്തിലെ സഗരൻ എന്ന ഒരു രാജാവിൻ്റെ കഥയാണത്. സഗരൻ എന്ന രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് വിദർഭ രാജപുത്രിയായ കേശിനിയും കശ്യപപുത്രിയായ സുമതിയും ആയിരുന്നു. ഗരുഡൻ്റെ പെങ്ങളാണെന്നാണ് പറയുന്നത് ഈ സുമതി. അപ്പോൾ ഒരു മഹർഷിയുടെ അനുഗ്രഹത്താലാണ് അവർക്ക് കുട്ടികളുണ്ടാകുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു പുത്രനും മറ്റൊരാൾക്ക് 60,000 പുത്രന്മാരും ഉണ്ടാകുമെന്നാണ് മഹർഷി പറഞ്ഞത്. അതിൽ കേശിനി ഒരു പുത്രനെ മതി എന്നും സുമതി 60,000 പുത്രന്മാരെ തന്നേരെ എന്നുമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കേശിനിക്ക് അസമഞ്ജൻ എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായി. രണ്ടാമത്തെ സുമതിക്ക് അവർ ഒരു ഗർഭപിണ്ഡത്തെ പ്രസവിച്ച് ആ പിണ്ഡം വിരിഞ്ഞ് 60,000 പുത്രന്മാരാണ് ഉണ്ടായത്. അവരെ പോറ്റന്മാർ നെയ് നിറച്ച കുംഭങ്ങളിൽ സംരക്ഷിച്ചെടുത്ത് അവർ വലുതാകുന്നത്. വലിയ മിടുക്കന്മാരാകുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ ജ്യേഷ്ഠനായ അസമഞ്ജനെ ബാലന്മാരെ വല്ലാതെ ദ്രോഹിക്കുകയായിരുന്നു. അതുകൊണ്ട് സഗര രാജാവ് അയാളെ നാട് കടത്തുകയാണ് ചെയ്തത്. ഈ അസമഞ്ജന് ഒരു മകനുണ്ട്, അംശുമാൻ. അപ്പോൾ സഗര രാജാവ് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അസമഞ്ജൻ്റെ മകൻ അംശുമാനാണ് ആ കുതിരയെ പിന്തുടർന്നത്. അപ്പോൾ ആ യാഗാശ്വത്തെ ഇന്ദ്രൻ കവർന്നുകൊണ്ടുപോയി. അത് ഇപ്പോൾ കാണാതെ വന്നപ്പോൾ ഈ 60,000 പുത്രന്മാരെയാണ് നമ്മുടെ സഗര രാജാവ് ഈ കുതിരയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത്. അവർ ഭൂമി മുഴുവൻ ശൂലങ്ങളാലും കലപ്പകളാലും ഒക്കെ കുഴിച്ച് അതിലെ എല്ലാ ജീവികൾക്കും നാശമുണ്ടാക്കി, ഭൂമി മുഴുവൻ കുഴിച്ച് നാശമുണ്ടാക്കി അവസാനം അവിടെ എങ്ങും കുതിരയെ കാണാതെ പാതാളത്തിലെത്തി. അവിടെ കുതിരയെ കണ്ടെത്തി. പക്ഷേ ഈ കുതിരയുടെ അടുത്ത് കപിലവാസുദേവൻ നിന്നിരുന്നു. അദ്ദേഹമാണ് ഈ കുതിരയെ കട്ടുകൊണ്ട് പോയതെന്ന് പറഞ്ഞ് അവർ കള്ളൻ എന്ന് വിളിച്ച് ആക്രമിക്കാനെടുത്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഹുങ്കാരം കൊണ്ട് ഈ 60,000 പേരെയും ഭസ്മീകരിച്ച് കളഞ്ഞു. ഇവരെ കുറേ കാലമായിട്ടും കാണാതെ വന്നപ്പോൾ അംശുമാനെ തന്നെ അന്വേഷിക്കാനായിട്ട് രാജാവ് പറഞ്ഞയച്ചു. പുറകെ എത്തിയ ഈ അംശുമാന് ഇവർ കുഴിച്ച കുഴിയിൽ ആ വഴിയിൽ കൂടി തന്നെ ഇങ്ങനെ പോയി അവിടെ എത്തി. അദ്ദേഹത്തിന് കുതിരയെ കണ്ടെത്തി.
പക്ഷേ ഈ ഈ 60,000 പേരുടെ ഭസ്മം അവിടെ കിടക്കുകയാണല്ലോ. അദ്ദേഹത്തിന് വളരെ സങ്കടമായിപ്പോയി. ഇനി എങ്ങനെയാണ് ഇവർക്ക് ഉദകക്രിയ അർപ്പിക്കണമല്ലോ. അപ്പോൾ അവിടെ ഗരുഡൻ നിൽപ്പുണ്ടായിരുന്നു, ഈ 60,000 പേരുടെയും അമ്മാവൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെ ഭസ്മീകരിച്ചത് കപില ഭഗവാനാകയാൽ ഗംഗാജലം കൊണ്ട് തന്നെ ഉദകദാനം നിർവഹിക്കണം എന്ന നിർബന്ധമാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിർവഹിക്കുക? ഏതായാലും കുതിരയും കൊണ്ട് അംശുമാൻ തിരികെ വന്ന് യാഗം നടത്തി തൃപ്തരായി. എന്നിട്ട് എങ്ങനെയാണ് ഗംഗയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നിങ്ങനെ വളരെ കാലം ഇങ്ങനെ ശ്രമിച്ചിട്ടും അംശുമാന് സാധിച്ചില്ല. അംശുമാൻ്റെ മകനായ ദിലീപനും ശ്രമിച്ചു നോക്കി, അത് നടന്നില്ല. ആ ദിലീപിൻ്റെ മകനാണ് നമ്മുടെ ഭഗീരഥൻ. ഭഗീരഥനാണ് ഈ കഠിനമായ തപസ്സിലൂടെയും പ്രയത്നത്തിലൂടെയും ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ആദ്യം. അപ്പോൾ ബ്രഹ്മാവ് സമ്മതിച്ചു ഗംഗാദേവിയെ താഴേക്ക് കൊണ്ടുവരാം. പക്ഷേ എന്ത് ചെയ്യണം? വെറുതെ ഭൂമിയിലേക്ക് അങ്ങനെ ചാടാൻ പറ്റില്ല, തകർന്നു പോകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ശിവഭഗവാനെ തപസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് പാതാളത്തിലേക്ക് കൊണ്ടുപോയി ഈ പിതാമഹന്മാർ കുഴിച്ചുണ്ടാക്കിയ ആ ഭൂമി കുഴിച്ചുണ്ടാക്കിയ സാഗരത്തിൽ കൂടി രസാതലത്തിലേക്കും എത്തിച്ച് കുന്നോളം കിടക്കുന്ന ആ ചാരത്തിലേക്ക് ഗംഗാജലം ഒഴുക്കി അവർക്ക് ഉദകക്രിയ നടത്തി. അങ്ങനെയാണ് സാഗരമുണ്ടായത് എന്ന് പറയുന്നു. ഇനി പാലാഴി മഥന കഥയും മരുത്തുക്കളുണ്ടായ കഥയുമാണ്. കൃതയുഗത്തിലാണ് ഇത് നടക്കുന്നത്. കശ്യപ പ്രജാപതിയുടെ 2 ഭാര്യമാരുള്ള പുത്രന്മാരാണ് ദേവന്മാരും അസുരന്മാരും. അതിഥിയുടെ പുത്രന്മാർ ദേവന്മാർ, ദിതിയുടെ പുത്രന്മാർ, അനിയത്തിയാണ് ദിതി, ദിതിയുടെ പുത്രന്മാർ അസുരന്മാരും. മരണമില്ലാത്തവരായും രോഗമറ്റവരായും മാറുന്നതിന് അവർ 2 കൂട്ടരും ചേർന്ന് പാലാഴി മഥനം നടത്തി. അതിൽ നിന്ന് അമൃതെടുക്കുവാൻ ശ്രമം തുടങ്ങി. മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന സർപ്പത്തെ കയറാക്കി അനേക കാലം മഥനം ചെയ്തു. അപ്പോൾ ആദ്യം വന്നത് ഹലാഹലം എന്ന വിഷമാണ്. വിഷത്തിൻ്റെ ഉഗ്രത കണ്ട് ഭയന്ന് പറച്ച അവർ പരമശിവനെ ശരണം പ്രാപിക്കുകയും അദ്ദേഹം അത് വിഴുങ്ങി തൊണ്ടയിൽ കണ്ഠത്തിൽ നിർത്തിച്ചു. വീണ്ടും കടഞ്ഞപ്പോൾ മന്ദരപർവ്വതം പാതാളത്തിൽ പൂണ്ടുപോയി. അപ്പോഴവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ വന്ന് ആമയുടെ രൂപം കൈക്കൊണ്ട് പർവ്വതത്തെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. ഭഗവാനും പിന്നെ അവരുടെ കൂടെ ഈ പാലാഴി മഥനത്തിന് കൂടി. 1000 വർഷങ്ങൾ ഈ മഥനം കഴിഞ്ഞതിന് ശേഷമാണ് വിശേഷ വസ്തുക്കളൊക്കെ പൊങ്ങി വന്നു. എന്തൊക്കെയാണ്? ധന്വന്തിരി, പാരിജാതം, ഐരാവതം, ലക്ഷ്മി ഭഗവതി എന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വന്നുണ്ട്. സുരഭി എന്ന പശു, പിന്നീട് വരുണപുത്രി വാരുണി, അപ്സരസ്സുകൾ, ഉച്ചൈശ്ര എന്ന കുതിര, കൗസ്തുഭരത്നം, ചന്ദ്രഭഗവാൻ എന്നിവയൊക്കെ പൊങ്ങി വന്നു. കുതിരയെ ദേവേന്ദ്രനും കൗസ്തുഭത്തെയും ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനും ചന്ദ്രദേവനെ ശിവഭഗവാനും സ്വീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞാണ് അമൃതം ഉൽപ്പന്നമായത്. അതിനുവേണ്ടി അതിഥിപുത്രന്മാരായ ദേവന്മാരും ദിതിപുത്രന്മാരായ അസുരന്മാരും തമ്മിൽ ഘോരയുദ്ധം നടന്നു. വിഷ്ണു ഭഗവാൻ സർവരെയും മയക്കുന്ന ഒരു സ്ത്രീരൂപം കൈക്കൊണ്ട് അമൃതത്തെ എടുത്തുകൊണ്ടുപോയി ദേവന്മാർക്ക് നൽകി. ആ പോരിൽ അസുരന്മാർ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടത് കണ്ട അസുരമാതാവ് ദിതിദേവി ഭർത്താവായ കശ്യപ പ്രജാപതിയോട് ഇന്ദ്രനെ വെല്ലാൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കാൻ പ്രാർത്ഥിച്ചു. 1000 വർഷത്തോളം ദോഷരഹിതയായി വർത്തിക്കുമെങ്കിൽ അങ്ങനെ ഒരു പുത്രനുണ്ടാകും എന്ന കശ്യപമുനി അനുഗ്രഹിച്ചു. 1000 വർഷത്തെ തപസ്സിനൊരുങ്ങിയ ദിതിയെ ഇന്ദ്രൻ സമീപിച്ച് ഇളയമയെന്ന അവസ്ഥയിൽ അതിസ്നേഹത്തോടെ പരിചരിച്ചു വന്നു. 1000 വർഷങ്ങൾ തികയാൻ 10 വർഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദിതി ഇന്ദ്രനോട് പറഞ്ഞു,
ത്രൈലോക്യവും ഭരിക്കാൻ പ്രാപ്തിയുള്ള ഒരു അനുജൻ നിനക്ക് പിറക്കാൻ പോകുന്നു. അവന് നിനക്ക് തന്നെ ഞാനവനെ സമർപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഒരു മധ്യാഹ്നത്തിൽ ഉച്ചയ്ക്ക് തലവയ്ക്കേണ്ടിയെടുത്ത കാൽ വെച്ച് അശുചിയായി ദിതി ഉറങ്ങിക്കിടക്കുന്നത് കണ്ട ഇന്ദ്രൻ തൻ്റെ സൂക്ഷ്മശക്തി ഉപയോഗിച്ച് ദിതിയുടെ ഉള്ളിൽ കടന്ന് ഗർഭത്തെ 7 മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഈ ഗർഭസ്ഥ ശിശു ഉറക്കെ കരഞ്ഞു. അപ്പോൾ മാരുതോ, കരയല്ലേ എന്ന് ഇന്ദ്രൻ പറഞ്ഞു. എന്നിട്ട് ഇന്ദ്രൻ ഛേദിക്കുകയാണ്. 7 ഛേദിച്ചു. ഇത് കേട്ട് ദിതി ഉറക്കമുണർന്ന് കൊല്ലരുതേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്ക് 7 ഖണ്ഡിച്ചിരുന്നു. അപ്പോൾ ദോഷരഹിതയായി വർത്തിക്കണം എന്ന് പ്രത്യേകം കശ്യപ മുനി പറഞ്ഞതാണല്ലോ. അത് കേൾക്കാഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്നോർത്ത് ദേവേന്ദ്രനോട് ദിതി ക്ഷമിച്ചു. പശ്ചാത്തപിച്ച ദിതി ഇന്ദ്രനോട് പറഞ്ഞു, ഈ 7 ഖണ്ഡങ്ങളെ 7 മരുത്തുക്കളുടെ പദവിയെ പരിപാലിക്കുന്ന ദേവതകളായി ഭവിക്കട്ടെ എന്ന് ഇന്ദ്രനോട് അപേക്ഷിച്ചു. 7 വിധം കാറ്റുകളുടെ അടിസ്ഥാന ദേവതകളായി ഒരാൾ ബ്രഹ്മലോകത്തിലും, രണ്ടാമൻ ഇന്ദ്രലോകത്തിലും, മൂന്നാമൻ സ്വർഗത്തിൽ വായു എന്ന പേരിലും സഞ്ചരിക്കട്ടെ. മറ്റ് 4 പേർ ദേവശരീരികളായി മരുത്തുക്കൾ എന്ന ഖ്യാതി പൂണ്ടവരായും ദിക്കുകളിലെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചു. ദേവേന്ദ്രൻ അത് അംഗീകരിച്ചു. അങ്ങനെ മരുത്തുക്കളുണ്ടായി എന്ന് പറയുന്നു. ഈ കഥകളുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഈ ഭൂമിയുടെയും പ്രകൃതി ദേവതകളുടെയും കഥകൾ തന്നെയല്ലേ? ഈ കഥകളിൽ കൂടി രാമലക്ഷ്മണന്മാർ പഠിക്കുന്നതും അടിസ്ഥാനമായുള്ള ശാസ്ത്ര സത്യങ്ങൾ തന്നെയല്ലേ? അദൃശ്യമായ, അനന്തമായ, രഹസ്യമായ ഈ പ്രകൃതി ശക്തികൾ, ഇതിലെല്ലാം നിഗൂഢമായിരിക്കുന്നത് എന്ത് എന്ന് ആരറിഞ്ഞു അല്ലേ? കാരണം വിശ്വാമിത്രൻ്റെ സഹോദരി കൗശികി നദിയാണ്. സഗര രാജാവിൻ്റെ പത്നിയായ സുമതി 60,000 മക്കളുടെ അമ്മ ഗരുഡൻ്റെ സഹോദരിയാണ്. ഇതൊന്നും കൂടാതെ വേദാചാര്യൻ ആചാര്യശ്രീ M.R. രാജേഷ് ജിയുടെ ഹിന്ദു ധർമ്മരഹസ്യം എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വിഷ്ണു എന്നത് സൂര്യനാണെന്നും അമൃത എന്നത് ജലം തന്നെയാണെന്നും ഗരുഡൻ എന്നത് സൂര്യരശ്മിയാണെന്നും ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും എഴുതിയിരിക്കുന്നതാണ് അതൊക്കെ. സൂര്യകിരണങ്ങളായ സുവർണൻ അഥവാ ഗരുഡൻ അമൃത അഥവാ ജലത്തെ ബാഷ്പീകരിക്കുന്നു. ഈ ജലത്തെ ഹരിച്ച് മേഘത്തിന് നൽകുന്നു. ഇതാണ് അമൃത മോഷണം എന്ന് ഇതിൽ വിശദീകരിക്കുന്നു. സർപ്പവും മേഘവും അഹി എന്ന നാമത്തിലുണ്ടത്രേ. പാൽക്കടലിൽ പള്ളികൊള്ളുന്ന വിഷ്ണു എന്നത് ആകാശത്തിന് സമുദ്രം എന്നർത്ഥമുണ്ടെന്നും പറയുന്നു. ഈ ഭൂമിയിലുള്ള കടലുകളിലെല്ലാം ഉള്ളതിനേക്കാൾ ജലം ആകാശത്തിലുണ്ടെന്നും ആചാര്യന്മാർ കേട്ടിട്ടുണ്ട്. പാലാഴി മഥനത്തിൻ്റെ രഹസ്യം എന്നത് സൂര്യകിരണങ്ങളായ ദേവന്മാർ മേഘങ്ങളാകുന്ന അസുരന്മാരുമായി നടത്തുന്ന യുദ്ധമാണെന്നാണ് ആചാര്യൻ ഇതിൽ പറയുന്നത്. ഇവർ 2 പേരും ചേർന്നാണ് സമുദ്ര അഥവാ ആകാശമഥനം അഥവാ കടയൽ നടത്തുന്നത്. പാൽ തൈരായി അത് കടഞ്ഞ് ആണല്ലോ നെയ്യുണ്ടാക്കുന്നത്. അതുപോലെ സൂര്യകിരണങ്ങളേറ്റ് ഭൂമിയിലെ വെള്ളം ബാഷ്പീകരിച്ച് അല്പാൽപമായി ആകാശത്തിൽ ഒരുമിച്ച് കൂടുന്നു. മേഘരൂപത്തിൽ അത് ആകാശത്തിൽ ചിന്നിച്ച് തള്ളുന്നു. ഈ സമയം സൂര്യകിരണങ്ങളും ദേവന്മാരും അസുരഗണങ്ങളും എന്ന് വെച്ചാൽ മേഘങ്ങളും സമുദ്രത്തെ, ആകാശത്തെ കടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമൃതുണ്ടാകുന്നു. കീലാലം, അമൃതം, ജീവനം, ഭുവനം, വനം എന്നിവയെല്ലാം ജലത്തിൻ്റെ പര്യായമാണത്രേ. ഇതിൽ നിന്നും വരുന്ന മറ്റു പദാർത്ഥങ്ങളും ഏതൊക്കെയാണെന്ന് ആചാര്യൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഐരാവതം മേഘമാണ്. പാരിജാതം എന്നത് വൃക്ഷരൂപം പൂണ്ടു നിൽക്കുന്ന മേഘങ്ങളാണ്. കൗസ്തുഭം എന്നത് മേഘത്തിൽ നിന്ന് പൊഴിയുന്ന കല്ലാണ്. വാരുണി മഴയാണ്. ലക്ഷ്മി എന്നത് ശോഭയാണ്. അങ്ങനെ വേദങ്ങളിൽ നിന്നുമുള്ള അനേകം വസ്തുതകളാണ് കഥാരൂപത്തിൽ, മനുഷ്യരൂപത്തിൽ ഇവിടെ ഈ
നമ്മുടെ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് ഈ മന്ത്രങ്ങളെല്ലാം ഉദ്ധരിച്ച് ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് ആചാര്യശ്രീ പറയുമ്പോൾ അത് വായിക്കുമ്പോൾ ഈ രാമായണ ഭാഗങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇതെന്തെല്ലാം എന്ന് ആശ്ചര്യം കൊണ്ട് ഇരുന്നു പോകും. ഇനി സീതാ സ്വയംവരം വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ, പാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ, യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു, യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജ സൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമീശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ,
രാജനന്ദനനായ ബാലകൻ രഘുവരൻ, രാജീവലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ, വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം, എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ, വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും, ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും, സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം, കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും, ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതുകൂലം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു, മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം, ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം 7 ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും, ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും, അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽസ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും, മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ, സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജനേത്രൻ മുന്നിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ, പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശയം ചൊല്ലിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്നിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ.
വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെത്തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം പേരിതുന്തുഭിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ച് ഉടൻ ഉൾപ്പുളങ്കാംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു തവ വേശ്മനിതൽ കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസനചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാം ഉൽപ്പലനേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ
ദർപ്പകസമനായതിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോതായുധ സഹസ്രോദ്യോത രൂപത്തൊടും. ഖദ്യോതാന്വയെ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സലാ മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജഗളിതാംബു ധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജഗളിതാംബു ധാരണം കൊണ്ടു സൽപ്പുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജരജ സ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൽ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. യുദ്ധമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായാമയനാകിയ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക ഭേരീ തൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കാമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാല വട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. നാളെ ഭാർഗവ ഗർവ സമരമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.